السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചാദരിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവയോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുക. ഇത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈമാനുള്ളതിൻ്റെ, തഖ്വയുള്ളതിൻ്റെ അടയാളമായിട്ടാണ് അത് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ, അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങളെ, അവകളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിൽ ഭക്തിയുള്ളതിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കൾപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യപ്പെടുന്ന പള്ളികൾ, മസ്ജിദുകൾ. അവകളെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധ്യമാവണം. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് പള്ളിയോ പരിസരത്തോ വൃത്തികേടുകൾ സംഭവിക്കുന്ന ഒരു കാര്യവും ഉണ്ടായിക്കൂടാ. പള്ളിയിൽ തുപ്പുക, അല്ലെങ്കിൽ നാം പുറത്തേക്ക് തുപ്പുമ്പോൾ തന്നെയും പള്ളിയിലേക്ക് അതിൻ്റെ തുപ്പുനീര് വിറ്റ് വീഴുന്ന രൂപത്തിൽ തുപ്പുക, ഇതെല്ലാം നിഷിദ്ധമാണ്. അതെല്ലാം പള്ളിയോട് കാണിക്കുന്ന അനാദരവാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, പള്ളിയിൽ നജിസായ വസ്തു, ഒരു പല്ലിക്കാട്ടം പോലുള്ള വസ്തു കണ്ടാൽ കണ്ട വ്യക്തിക്ക് അത് ആ പള്ളിയിൽ നിന്നും എടുത്തു കളഞ്ഞവിടെ വൃത്തിയാക്കുക എന്നുള്ളത് അയാളുടെ മേൽ നിർബന്ധമാണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ സാധിക്കും. ആ പള്ളി വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനൊക്കെ വേണ്ടി ഒരാളെ കമ്മിറ്റിക്കാർ നിയമിച്ചിട്ടുണ്ടല്ലോ, അയാൾ ആ പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നജിസ് കണ്ട വ്യക്തിക്ക് മാറി നിൽക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. കണ്ട വ്യക്തി ആരാണെങ്കിലും അവനത് വൃത്തിയാക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പള്ളിയിൽ തുപ്പുക, അതിനോട് അനാദരവ് കാണിക്കുക എന്നുള്ളത് നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കിടയിൽ വഷളാവാൻ അതൊരു വലിയൊരു കാരണമായി തീരും. മഹാനായ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞതായി കാണാൻ കഴിയും, മൻ തഫല തിജാഹൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്തേക്ക് അഥവാ പള്ളിയുടെ മുന്നിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുപ്പാനോ മറ്റോ ഒരാൾക്ക് ഉണ്ടായി, അയാളങ്ങനെ ആ തുപ്പൽ നിസ്കാരത്തിലോ മറ്റോ പള്ളിയിൽ തുപ്പിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ജാഅ യൗമുൽ ഖിയാമത്തി തുഫ്ലുഹു ബൈന ഐനൈ, അയാൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ജനസമക്ഷത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന രംഗം, അയാളുടെ ഈ തുപ്പൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിലായി ശേഷിക്കുന്നുണ്ടാകും. അത് കാണത്തക്ക രീതിയിലായിരിക്കും ജനങ്ങൾക്കിടയിലേക്ക് അയാളെ കൊണ്ടുവരപ്പെടുന്നത്. അത്രക്കും വളരെ ഗൗരവമുള്ളൊരു തെറ്റായിട്ടാണ് വിശുദ്ധ ഇസ്ലാം അതിനെ കാണുന്നത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും അവിടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ ജമാഅത്തിനും മറ്റുമൊക്കെ ഹാജറാകുന്ന മലക്കുകൾക്കൊക്കെ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള മോശപ്പെട്ട വാസന, ദുർഗന്ധത്തോടുകൂടെ ഒരിക്കലും പള്ളിയിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു, പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും ഉള്ളി തിന്നുകൊണ്ടായിരിക്കരുത് പള്ളിയിലേക്ക് വരേണ്ടത്. ഉള്ളി തിന്ന വ്യക്തികൾ അത് വൃത്തിയായി കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം, ദുർഗന്ധങ്ങളൊന്നും വമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം പള്ളിയിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാതിരുന്നാൽ അത് അവിടെയുള്ള ആളുകൾക്ക്, നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടെ അതിൻ്റെ ബഹുമാന ആദരവുകൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അല്ലാഹു തആല ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.